പാകിസ്ഥാൻ പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് കോഴിക്കോട് പോലീസ് പിൻവലിച്ചു. ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. 3 പേർക്കാണ് കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ നോട്ടീസ് നൽകിയിരുന്നത്. സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. സിനോജ്, പാലഹ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ എന്താണ് നോട്ടീസ് പിൻവലിക്കാനുണ്ടായ സാഹചര്യം, മറ്റ് വിശദാംശങ്ങൾ? അപർണ, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഈ രീതിയിൽ നോട്ടീസുകൾ നൽകി തുടങ്ങിയത്. ഇന്നാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും നോട്ടീസ് നൽകിയത്. അങ്ങനെ വടകര റൂറൽ പോലീസ് 3 പേർക്കാണ് ഇന്ന് നോട്ടീസ് നൽകിയത്. അതായത് പാകിസ്ഥാൻ പൗരന്മാരായ നിങ്ങൾ ഉടൻ തന്നെ രാജ്യം വിട്ടുപോകണം. നാളെ, അതായത് ഈ മാസം 27-ാം തീയതിയാണ് അവസാന തീയതി നൽകിയത്. അതിനകം തന്നെ രാജ്യം വിട്ടുപോകണമെന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞത്. പക്ഷെ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അതായത് ഈ 3 പേരും ലോങ് ടൈം വിസയ്ക്ക് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കൊയിലാണ്ടിൽ താമസിക്കുന്ന കംസ, വടകര വൈക്കലശ്ശേരിയിൽ താമസിക്കുന്ന കുഞ്ഞിപ്പറമ്പത്ത് കമറുനിസ സഹോദരി അസ്മ എന്നിങ്ങനെ 3 പേർക്കാണ് റൂറൽ പോലീസ് ഇന്ന് നോട്ടീസ് നൽകിയത്. ഇതിൽ അസ്മയും ഒപ്പം തന്നെ സഹോദരി കമറുനിസയും 1993-ൽ നാട്ടിലേക്ക് മടങ്ങി വന്നവരാണ്. ഇവരുടെ പിതാവ് പാകിസ്ഥാനിൽ ബിസിനസ് ആയിരുന്നു. അങ്ങനെ ആണ് അവർ പാകിസ്ഥാനിൽ എത്തുന്നത്. അവരുടെ പിതാവ് മരിച്ച ശേഷം അവർ നാട്ടിലേക്ക് മടങ്ങി വന്ന് കേരളത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹംസയാണെങ്കിൽ 1965-ലാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ പോകുന്നത്. അവിടെ സഹോദരനൊപ്പം കച്ചവടം നടത്തുകയായിരുന്നു. 2007-ൽ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും കൊയിലാണ്ടിൽ താമസിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വർഷങ്ങളായി നാട്ടിൽ താമസിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് പാകിസ്ഥാൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ്. അവരുടെ പാസ്പോർട്ടൊക്കെ തന്നെ പോലീസ് ഇതിനു മുൻപ് ഹംസയുടെ ഉൾപ്പെടെ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തതാണ്. ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ്. അതിനിടയിൽ തന്നെ ഇവർ ലോങ് ടൈം വിസ, അതായത് പാകിസ്ഥാൻ പൗരത്വം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിക്കാനുള്ള ലോങ് ടൈം വിസ ഇവർ കാലാവധി ഓരോ തവണ പുതുക്കി വരുന്നതാണ്. ഇതിനു വേണ്ടിയുള്ള അപേക്ഷയും ഈ 3 പേർ നൽകിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നാട് വിട്ടുപോകാൻ ഈ 3 പേർക്കും റൂറൽ പോലീസ് നോട്ടീസ് നൽകിയത്. നിലവിൽ ലോങ് ടൈം വിസയ്ക്കുള്ള അപേക്ഷ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് നൽകിയ നോട്ടീസ് പിൻവലിക്കുകയാണെന്നാണ് വടകര റൂറൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അപർണ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.